ഞങ്ങൾ മലബാർക്കാരുടെ സ്വന്തം നെയ്പ്പത്തലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഇടിയപ്പപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അരമുറി തേങ്ങ ചിരവിയത്, 1 സവാള, 2 ടീസ്പൂൺ വലിയ ജീരകം. ഇത്രയും ഒന്ന് നന്നായി ഒതുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ച് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് വേണ്ടത്. നല്ല തിളച്ച വെള്ളം തന്നെ വേണം. കുറച്ച് കുറച്ചായി ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. നമുക്കിത് ഇതുപോലെ നമ്മൾ ഇടിയപ്പമൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നല്ല ചൂടുവെള്ളം ഒഴിച്ചൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് ഈ മാവിൻ്റെ. ഇനി നമുക്ക് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ ഉരുട്ടാൻ പറ്റണം, അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ പൂരിനേക്കാളൊക്കെ കുറച്ച് വലുപ്പത്തിൽ ഉള്ള ഉരുളകളാക്കിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് പരത്താൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 ഭാഗത്തും എണ്ണ തേച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഉരുള വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബലം വേണ്ടേ, കാരണം ഇത് കുറച്ച് കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ഈ ഒരു തിക്നെസ് വേണം നമുക്ക് ഈ പത്തലിന്. ഇനി എണ്ണ നന്നായി ചൂടായോ നോക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പരത്തി വെച്ച പത്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പത്തൽ പൊങ്ങി വരുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ ഈ തവി വെച്ച് ഒന്നങ്ങ് തട്ടി കൊടുത്താൽ മതി. അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളെ പത്തൽ നന്നായി പൊന്തി വരും. നിങ്ങൾ പൂരി ചുടുമ്പോഴും പൊന്തുന്നില്ലെങ്കിൽ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മറുഭാഗം കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ഒരു യെല്ലോയിഷ് കളർ, ഒരു ഗോൾഡൻ കളർ, അതാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിനി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളെ മലബാർ സൈഡാണ് ഈ പത്തൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതെന്ന്. അല്ലാത്തവരൊക്കെ അങ്ങനെ അറിയില്ല എന്നാണ് പറയാറ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചായക്ക് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കാരണം ഈ ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ഉള്ളിലൊക്കെ ടേസ്റ്റ് വരുന്നതുകൊണ്ട് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.